എന്റെ കോഴി എവിടെയാ? എന്താ കാര്യം? എന്താ ഇടാ എന്റെ കോഴി എന്തിടാ? കോഴിയോ? ഏത് കോഴി? പിന്നെ നീ എന്താ എന്നെ കണ്ടപ്പോ കയറി ഒഴിവോ? എന്റെ അപ്പൂപ്പക്കാവില്ല അപ്പൂപ്പ. ഞാൻ പറയുക, ഞാനൊരു കരിക്കോഴിയെ നേർച്ച വന്നേക്കാവേ. കത്ത് നിന്നിട്ട് ടേസ്റ്റ് വേറൊന്നും തന്നെ കേട്ടാ. ചന്തുചേട്ടൻ ഈ ഡ്രസ്സിൽ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ടൊവിനോടെ ഒരു കട്ടൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? നീയോ? നീ വരുന്നുണ്ടോ? അല്ലേ പോവാണ്. ആ ഓക്കെ. നീ അങ്ങോട്ട് അടയ്ക്കടാ. ഇത് നിന്റെ വീട്ടിലോട്ടോ, നീ അടയ്ക്കടാ. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ കേട്ടാ മതി. അവിടെ ഉറക്കൊന്നുമില്ലേ? പുതുമഴയായി വന്നു നീ പുളകം കൊണ്ട് പൊതിഞ്ഞു. ഒരു പോകോടാ.
ഇതെല്ലാം കൊണ്ടുപോയാന്ന് എന്തോടെ ഇങ്ങനെ തീരെ പോകാൻ ഇതോ ഇങ്ങനെ പന്നി കൊണ്ടുപോയെന്നോ എലി കൊണ്ടുപോയെന്നോ എന്തോ ചെയ്യാനാ ഏത് തെണ്ടികളാന്നോ കൊണ്ടുപോയത് ഛോ. ബാംഗ്ലൂരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്. ഞാൻ നെക്സ്റ്റ് ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആണെങ്കിൽ വരുന്നോ? ആ വരാം. അങ്ങനെ ഞാൻ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യട്ടെ. ആ അപ്പം സെറ്റ്. വാവേ ആരാ വാവേ ഇത്? ചന്തു ഇതെന്റെ ഫ്രണ്ട്. ഫ്രണ്ടോ? ഫ്രണ്ടെന്ന് പറഞ്ഞാൽ? ചന്തു ഇത് അലക്സ്. ഇവൻ നിന്റെ ആരാ? ബേബി ഹൂസ് ദിസ് ഗൈ? ബേബിയോ? നിന്നോട് ചോദിച്ചാലേ ഇവൻ ആരാന്ന്? വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? Nothing baby, he's just my friend. എടി ഞാൻ നിന്റെ ഫ്രണ്ട് മാത്രമാണോ? ഓടി നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല ചന്തു. ഞാൻ ഒന്നുകൂടി ആലോചിച്ചപ്പം ഇത് ശരിയാവും തോന്നുന്നില്ല ചന്തു. അതെന്താ? ചന്തു നമ്മൾ രണ്ടോടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന ഒരേ ചോരയാ. അന്ന് എൻ്റെ അണ്ണന് ആക്സിഡന്റ് പറ്റിയപ്പം ചന്തു അല്ലേ ചോര കൊടുത്തത്? ചന്തുവിന്റെ ചോരയില്ലേ എൻ്റെ അണ്ണന്റെ ശരീരത്തിൽ കൂടി ഇപ്പോൾ ഒഴുകുന്നത്? ഞാനും എൻ്റെ ചേട്ടനൊക്കെ ഒരേ ചോരയില്ലേ? നമ്മളെല്ലാം ഒരേ ചോരയില്ലേ? ഒരേ ചോര എങ്ങനെ ചന്തു വിവാഹം കഴിക്കുന്നത്? നീ ഇതെന്ത് തേങ്ങയാടി പറയുന്നേ? ഒരേ ചോര വിവാഹം കഴിക്കുന്ന പാപമാണ് ചന്തു. നീ എന്നെ ഒരു പാപിയാക്കരുത് പ്ലീസ്. എടി പുല്ല് മാറിയിരിക്കണം മരിക്കാൻ പറ്റി. നിന്നെയൊക്കെ പണ്ടേ നാട്ടിൽ നിന്ന് ഓടിച്ചതാ. ചന്തു നീ ഇപ്പൊ പോ. ആടി ഞാൻ പോവാ. എടാ പൊട്ടാ ഇവിടെ നിന്നെ പറ്റിക്കും. നീ നോക്കിക്കോ. ആരാടി ഞാൻ? ചേട്ടാ ഒരു ബിരിയാണി. ചേട്ടാ ഒരു പപ്പടം കൊടുക്ക്. നല്ലൊരു ഭാവന ഇട്ടു പോയല്ലോ. എടാ എനിക്കിത് അപ്പോഴേ അറിയായിരുന്നു ആ കൊച്ചഴിയൂർ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. എന്തായാലും പറ്റിയ പേരാ പവിത്ര. ഞാൻ മുടിയാ നീ ഒന്ന് കൂട്ടിച്ചോ അടുത്ത നിനക്കാ. അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ നേരത്തെ സെറ്റാ.
പെണ്ണ് എന്തോ ആയാലും ചതിക്കും. നീ വേണം ഇതുകൂടെ ഒന്ന് കണ്ടുവച്ചു. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയോ. ഒന്ന് പോടാ, എൻ്റെ കൊച്ചങ്ങനല്ലടാ. സഹിക്കാൻ പറ്റില്ലടാ. എടാ അവള് പോയാൽ നിനക്ക് വേറെ 100 എണ്ണത്തെ കിട്ടത്തില്ലേ? എടാ നീ നമ്മുടെ ചൊവ്വിനോ ഇല്ലയോടാ? കരയാലയാ ചൊവ്വിനോ പോകുന്നു, റോസാപ്പ് കൊടുക്കുന്നു, പെണ്ണുതല്ല അവിടെ വന്നിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പവിത്ര. എന്താ ഇഷ്ടായോ? പിന്നെ എന്തുടാ ബിരിയാണി ബിരിയാണിയാ വിഷം കൊണ്ട് കഴിച്ചതാടാ. അതൊക്കെ വിട്. എനിക്ക് അങ്ങോട്ട് പണിയണം. നല്ല 8ന്റെ പണി കൊടുക്കണം. അതങ്ങ് പൂഞ്ഞാറ്റി ചെന്ന് പണഞ്ഞാൽ മതി. ഒറ്റയ്ക്കല്ലേ ബിരിയാണി മുഞ്ചാൻ പോയാ? അപ്പൊ ഞങ്ങൾ ആരെയും വിളിച്ചില്ലേ? ഒറ്റക്ക് പോയി തല്ലിക്കൂ. ശരിയാ, അങ്ങക്ക് പോയി കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും നിനക്കൊക്കെ ഉള്ള ബിരിയാണി ഞാൻ മേടിച്ചു. കൂലിപ്പണിക്ക് പോയിക്കും, പക്ഷെ മോട്ടിച്ചോണ്ട് വരല്ലേ. എടാ നിനക്കൊക്കെ വേണ്ടിയല്ലേ. അത് ഇവിടെ അളിയാ, ഇത് സെറ്റാണോ? ആ ഇത് സെറ്റാണ്. അന്നാ നമ്മളെ ഓക്കെ. ഞാൻ ഓക്കെ 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 ഓക്കെ. ഡീൽ. ബിരിയാണി സെറ്റല്ലേ? സെറ്റ്. പറ്റിക്കത്തില്ലല്ലോ. ഡാഡിയും മമ്മിയും നെക്സ്റ്റ് മന്ത് നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അമ്മ പറയുന്നത് ഇല്ല കുഴപ്പമില്ല, ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയേ. ഡാഡി മമ്മി അറിയോ ഇത് ഞാൻ നോക്കിക്കോളാം. പെട്ടുമോനെ പേടിക്കണ്ടാടി, ഞാൻ നോക്കിക്കോളാം. എനിക്ക് പടക്കം പേടിയാണോ? നിങ്ങളൊക്കെ ആരാ? അപ്പൊ നിനക്ക് മലയാളം സംസാരിക്കാൻ അറിയാലടാ? എന്നൊന്നും ചെയ്യല്ലേ. മലയാളം പറഞ്ഞാൽ എനിക്ക് പുച്ഛമില്ല. അതൊന്നുമില്ലട്ടാ. കാരണം മോങ്ങാതെ ഇടിച്ച് പോടാ. പോടാ പോടാ പോടാ. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നിന്നെ ഇനി ഏരിയ കണ്ട് കേട്ടല്ലോ. ഒരുത്ത തരാനുള്ള പട്ടി 5 പേര് ഇപ്പോൾ ആരെങ്കിലും വിളിക്കാൻ പോയതാ. എന്നെ സേവ് ചെയ്യാം. ഡാഡിയും മമ്മിയും അറിയട്ടെ. ഇല്ലാത്തത്